الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസികളെയും വിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലെല്ലായ്പ്പോഴും പടച്ചറപ്പിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ഹലാലിനെയും ഹറാമിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ സർവോപരി ലോകത്തോട് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ശഹാദത്ത് ചൊല്ലിവിടെ പറയാൻ അല്ലാഹു നമ്മെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പലരും പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തവരുണ്ട്. ആശുപത്രികളിലും ഐസിയുകളിലും ഘടകങ്ങളിലും അസുഖം പിടിച്ച് അവർക്ക് എത്രയും പെട്ടെന്ന് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 1-2 ദിവസങ്ങളായി വളരെയേറെ അസ്വസ്ഥതപ്പെടുത്തുന്ന ചില സംസാരങ്ങളും വാർത്തകളൊക്കെ അറിയുകയാണ്. സ്കൂളിന്റെയും മദ്രസയുടെയും വെക്കേഷൻ സമയത്ത് തങ്ങളുടെ ഉപ്പയോടൊപ്പം തന്റെ ഭർത്താവിനോടൊപ്പം ഗുണം പോയ ഒരു സഹോദരി ഇടക്ക് മദ്രസയിൽ പരീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും അതേ സംബന്ധിച്ചു പോലും ആ കുട്ടികൾ അങ്ങോട്ട് പോകുമ്പോൾ ഉമ്മ മദ്രസയിലെ ഉസ്താദുമായി ടീച്ചറുമായി സംസാരിച്ചിരുന്നു. വളരെയേറെ സന്തോഷത്തോടും ഉല്ലാസത്തോടും നമ്മുടെ നാട്ടിൽ നിന്ന് മൈസൂരിലേക്ക് പോയ ആ സഹോദരിയും കുടുംബവും അല്ലാഹുവിന്റെ വിധിക്ക് കീഴടങ്ങുമ്പോൾ ഒരുപക്ഷെ അതിന്റെ തുടക്കം ചെറിയൊരു വയറുവേദനയായിരുന്നു. പിന്നീടാണ് അറിയുന്നത് അറ്റാക്കാണ് സംഭവിച്ചത്. ഏതായാലും അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുകയാണ് ആ സഹോദരി. അല്ലാഹു റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു സഹോദരൻ തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്തവരെ തന്റെ വാഹനം എതിർദിശയിൽ വന്ന വാഹനവുമായി കൂട്ടിമുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ അപകടനില തരണം ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്ന് കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിലാണുള്ളത്. അദ്ദേഹത്തിന് അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു സഹോദരൻ സദാ സർജറി കഴിഞ്ഞിട്ട് അദ്ദേഹം ആശുപത്രിയിൽ തന്നെയാണുള്ളത്. അദ്ദേഹത്തിന് അല്ലാഹു മറ്റുള്ള എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സാഹിത്യകാരൻ പറഞ്ഞത് ഓർമ്മിക്കുകയാണ്. അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ. ഒരു മനുഷ്യ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഇന്റർവ്യൂ നടത്തുന്നവർ ഈ സാഹിത്യകാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, തന്റെ മുന്നിലൂടെ പോകുന്ന സഞ്ചരിക്കുന്ന ചെറിയൊരു ഉറുമ്പുണ്ടല്ലോ, ആ ഉറുമ്പിനെ ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ 2 പേരുടെ ഒന്ന് അമർത്തിയാൽ എങ്ങനെയുണ്ടാകും? ഇതാണ് എനിക്ക് മനുഷ്യനെ പറ്റി പറയാനുള്ളത്. ഞാൻ അടക്കമുള്ള മനുഷ്യന്റെ ആയുസ്സിനെ പറ്റിയും ജീവിതത്തെ പറ്റിയും ഓർമ്മപ്പെടുത്താനുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഏത് നിമിഷമാണ്, എപ്പോഴാണ് അല്ലാഹു നമ്മെ തിരിച്ചു വിളിക്കുന്നത് എന്ന് ഒരു സെക്കൻഡ് സമയം പോലും മുൻകൂട്ടി പ്രവചിക്കാനോ അതിനനുസരിച്ച് മുന്നൊരുക്കം നടത്താനോ നമുക്ക് സാധ്യമല്ല. അത്തരം വിഷയങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഭൂമുഖത്ത് ഈ ലോകത്ത് മനുഷ്യന്റെ ദൗത്യം എന്താണ്, ഭൗതികതയുടെ അങ്ങേയറ്റം അധപ്പതിച്ചു പോയ മനുഷ്യരെ കുറിച്ച് നമ്മൾ കേൾക്കറിയുകയാണ്. 2009-ലും 2019-ലും ചരിത്രത്തെ പിടിച്ചു കുലുക്കിയ 2 സംഭവങ്ങൾ മനസ്സിലോർത്ത് വരികയാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ സംഗീതത്തിന്റെ അങ്ങേയറ്റത്താണെന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി തന്റെ മരണത്തിന്റെ അവസാന സമയത്ത് പോലും 50 വയസ്സുകാരനായ കേവലം 50 കിലോയിൽ ഒതുങ്ങുന്ന ആ ശരീരം നിലനിർത്തിക്കൊണ്ട് എനിക്കിനിയും ജീവിക്കണം, മരിക്കാൻ ആഗ്രഹമില്ല,
അറിയൂ ഓക്കെ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഓക്കെ, എനിക്ക് കുറച്ച് ഉറങ്ങാനുള്ള സമയമെങ്കിലും തരൂ, വസ്തുവെങ്കിലും എനിക്ക് നൽകൂ, ആ മയക്കുമരുന്ന് ആസ്വദിച്ചിട്ടെങ്കിലും അല്പനേരം ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിശ്വപ്രസിദ്ധനായ സംഗീതജ്ഞൻ പറഞ്ഞ വാക്കാണ് ഈ ലോകത്തിന്റെ നിരന്തരതയെ കുറിച്ച് പറയുമ്പോൾ വരുന്നത്. മറ്റൊന്ന് 2019 അമേരിക്കയിലെ തടവറകളിൽ വെച്ച് മരിച്ച ആത്മഹത്യയാണെന്നും പറയപ്പെടുന്നു. അതല്ലാതെ അദ്ദേഹത്തിന്റെ ജീവിതം അപായപ്പെടുത്തിയതാണെന്നും പറയുന്നു. ആത്മഹത്യാ ശ്രമത്തിനിടയിൽ ഒരു നിമിഷം പരാജയപ്പെട്ട അദ്ദേഹം ഒരു ഡയറി കുറിപ്പിൽ അദ്ദേഹം എഴുതിയ വാക്കുകൾ ഓർമ്മ വരുത്തിയ, ഒരു പക്ഷേ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുക എന്നുള്ളത് എന്റെ മാത്രം തീരുമാനമെടുക്കാനുള്ള അവകാശമായി എനിക്ക് നൽകുന്നത് അതെന്നെ സംബന്ധിച്ചിടത്തോളം അതത്ര സന്തോഷമുള്ള കാര്യമല്ല. ഇതിലൊരർത്ഥവുമില്ല എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ അറിയണ്ടേ? അമേരിക്കയുടെ ദ്വീപുകളിൽ ആയിരക്കണക്കിന് ഏക്കറുകൾ സ്ഥലം വാങ്ങിക്കൊണ്ട് ഭൗതിക ലോകത്തിലെ സ്വർഗീയ സമാനമായ സൗധങ്ങൾ ഒരുക്കിക്കൊണ്ട് അമേരിക്കയിലെയും ലോകത്തുടനീളമുള്ള സുഖലോലതയെ ആശ്രയിക്കുന്നവരെയും പുൽകുന്നവരെയും ആ ദ്വീപിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സുഖോന്മത്തവരായി ജീവിക്കുന്ന ഒരവസരത്തിലാണ് ഇതിന്റെ ഉടമസ്ഥനായ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്തൊരു വിരോധാഭാസമാണ് ഈ ജീവിതത്തെ നോക്കിക്കാണുന്നവരുടെ അവസ്ഥ എന്ന് ആലോചിക്കുകയാണ്. അവിടെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഓർമ്മപ്പെടുത്തലും അവിശ്വാസികളുടെ ജീവിതവും നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ 37-ാമത്തെ വചനത്തിലൂടെ അവിശ്വാസികളായ ഈ ലോകത്തിന്റെ ഭൗതികത മാത്രം ആസ്വദിച്ച് ജീവിക്കുന്നവരുടെ വിശ്വാസത്തിലേക്കും ചിന്തയിലേക്കും നമ്മൾ ഉണർത്തിക്കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്: ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുക, മരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ലോകമില്ല, പരലോകമില്ല, ചോദ്യം ചെയ്യാൻ ഒരു അവസരവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ജീവിക്കുന്നിടത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ആ ഓർമ്മപ്പെടുത്തൽ നിന്റെ ജീവിതം നീ നന്നായി ജീവിച്ചോ, അടിച്ചു പൊളിച്ചോ, നിന്റെ എല്ലാ സുഖസൗകര്യങ്ങളിലും ജീവിക്കുന്നതിന്റെ ഒപ്പം തന്നെ പരലോകം എന്ന ഒരു ലോകത്തെ കുറിച്ച് നീ ചിന്തിക്കണം. അത് മാത്രം ചിന്തിച്ചുകൊണ്ട് നിന്റെ ഭൗതികത ജീവിതത്തിലെ ഒരു സുഖവും നീ ഉപേക്ഷിക്കണ്ട. പക്ഷെ നിന്റെ ഓരോ സുഖത്തിലും നാളെ പരലോകത്ത് എനിക്ക് സാധ്യതയുള്ള നന്മകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കലാണ് ഒരു വിശ്വാസിയുടെ കടമ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസികളുടെ പ്രാർത്ഥന ഇത് സൂറത്തുൽ ബഖറയിലെ 2 വീക്ഷണത്തെ കുറിച്ച് പറയുന്നതാണ്. ജീവിതത്തെ വെറും ആസ്വാദനമായി കാണുന്നവർ അവരുടെ പ്രാർത്ഥനയും അവരുടെ ആഗ്രഹവും എന്തായിരിക്കും? പടച്ചവനെ, ദുനിയാവിൽ എനിക്ക് നന്മ നൽകണേ, ദുനിയാവിൽ ഒരു കുറവ് വരുത്തല്ലേ, എന്റെ ആഗ്രഹങ്ങൾ ഒന്നിനും ഒരു കുറവും ഉണ്ടാക്കരുത് എന്നാണെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തൊട്ടപ്പുറം തന്നെ പറയുന്നു: റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, പടച്ചവനെ എനിക്ക് ഈ ദുനിയാവിൽ നന്മ നൽകണമേ, വഫിൽ ആഖിറതി ഹസന, എന്റെ ശാശ്വതമായ ജീവിതമുണ്ടല്ലോ, മറ്റൊരു ജീവിതം, മരണശേഷം ആരംഭിക്കുന്ന ജീവിതം, അതിലും എനിക്ക് നന്മ നൽകണേ, വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത വീക്ഷണമാണ്. അവന് കൃത്യമായ പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ അവന്റെ മരണത്തിന്റെ അവസാന നിമിഷം വരെ നോക്കുക. നിങ്ങൾ ഫലസ്തീനിലെ ഒരു സഹോദരൻ മരണപ്പെട്ട ചിത്രത്തെ കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്തു.
ഇസ്രായേലിന്റെ ആക്രമണ ഭീഷണിയിൽ നിന്ന് ഭയന്ന് അക്രമത്തിൽ പരിക്കേറ്റ മനുഷ്യൻ ആരോരുമില്ലാത്ത തുരുത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോ, ഒറ്റപ്പെട്ട വഴിയിലൂടെ നടന്നു പോകുമ്പോ മരണത്തെ പിടികൂടുകയാണ്. ആ സമയത്ത് പോലും തന്റെ തിരിച്ചറിയാനുള്ള അടയാളം മോതിരം അവിടെയുള്ള മരക്കമ്പിൽ കെട്ടിക്കൊണ്ട് തന്റെ അവസാനത്തെ പോസ്റ്റർ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിച്ചു. ആ സഹോദരൻ അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് ആ മനുഷ്യന്റെ എല്ല് മാത്രമേ ബാക്കിയുള്ളൂ, തലയോട്ടിയും മാത്രമേ ബാക്കിയുള്ളൂ. രണ്ട് കൈയുടെ എല്ലുകളും തലയും സുജൂദിൽ അർപ്പിക്കുന്ന ചിത്രം ലോകത്തുടനീളമുള്ള വിശ്വാസികൾക്ക് ചെറുതായിട്ടല്ല പ്രതീക്ഷ കിട്ടുന്നത്. മറിച്ച് വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏതവസ്ഥയിലും അല്ലാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും നിരന്തര ബോധവും ചിന്തയും ഉള്ളവനാണ് വിശ്വാസി എന്ന് തെളിയിക്കുന്നതാണ് ആ സാധാ സഹോദരന്റെ ചിത്രം, പലസ്തീനിലെ ആ സഹോദരന്റെ ചിത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ എന്താ പറഞ്ഞത്? ശരിയായ അർത്ഥത്തിൽ ഒരു വിശ്വാസി ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ ലക്ഷ്യബോധം അവനുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, وعمل لما بعد الموت والعاجز من أتبع نفسه هواها وتمنى على الله الأماني. ഒരു ബുദ്ധിമാനായ വിശ്വാസി മനുഷ്യൻ എന്ന് പറയുന്നത് മന്ദാന നഫ്സഹു, അവന്റെ മനസ്സിനെ കടിഞ്ഞാൺ ചെയ്യുന്നവനാണ്, പിടിച്ചു നിർത്തുന്നവനാണ്, കയറൂരി വിടാത്തവനാണ്, കൺട്രോൾ ഉള്ളവനാണ്. മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഈ ലോകത്ത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നും എന്ത് ബാധ്യതകളാണ്, എന്റെ കടമകളാണ് ഞാൻ ഈ ജീവിതത്തിൽ നിർവഹിക്കേണ്ടതെന്നും കൃത്യമായ ബോധമുള്ളവനാണ് ഒരു ബുദ്ധിമാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്ന കഴിവ് കെട്ടവനോ ഒന്നിനും കൊള്ളാത്തവൻ എങ്ങനെയാണ്? മൻ അത്ബഅ നഫ്സഹു ഹവാഹാ, നിരന്തരം ശരീരത്തിന്റെയും മനസ്സിന്റെയും സുഖാസ്വാദനത്തിന്റെയും നൈമിഷിക സുഖത്തിന്റെയും പിന്നാലെ ഓടുന്നവനാണ്. എന്നിട്ടും ഈ തെറ്റുകളിലൂടെ സഞ്ചരിച്ചിട്ടും തെറ്റുകൾ നിരന്തരം ആവർത്തിച്ചിട്ടും അവൻ വിചാരിക്കുന്നു അല്ലാഹു ഇതൊക്കെ പുറത്തു തരും, അല്ലാഹു ഇതൊക്കെ മാപ്പാക്കി തരും എന്ന ഒരു പ്രതീക്ഷയോടെ ജീവിക്കുന്നവനാണ് കഴിവ് കെട്ടവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബുദ്ധിയുള്ള ഒരു വിശ്വാസം, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ താൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ജീവിതത്തിന് നമുക്ക് എന്താ ബാക്കി ഉണ്ടാവുക? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് നിമിഷവും മരണത്തിന്റെ ദൂതൻ നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയില്ല ആരോടാണ് അവസാനം സംസാരിച്ചത്, എന്താണ് അവനോട് പറഞ്ഞത്, എന്താണ് ചെയ്തത് എന്ന് പോലും ആളുകൾ പിന്നീട് പറയും. പക്ഷെ നമുക്കറിയില്ല നമ്മുടെ അവസാനത്തെ സംസാരമാണോ, അവസാനത്തെ വിട പറയലാണോ ഞാൻ ഈ വീട്ടിൽ നിന്ന് നടന്നുന്ന യാത്ര. അപ്പോഴും ബാക്കിയാകുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. المال والبنون زينة الحياة الدنيا. സ്വത്തും സമ്പാദ്യവും സന്താനവും ഒക്കെ ഈ ലോക ജീവിതത്തിന്റെ ആഡംബരങ്ങൾ മാത്രമാണ്. എന്നും നിലനിൽക്കുന്നത് നിങ്ങളുടെ അമലുകൾ മാത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കൂ. ബാക്കി എല്ലാം അസ്തമിച്ചു പോകുകയാണ്, മാഞ്ഞു പോവുകയില്ല. ഇന്നേ വരെ ശത്രുതയുള്ള ആളുകൾ മരിച്ച മയ്യത്തിനെ കാണാൻ വേണ്ടി പോകുമ്പോ ചിലപ്പോ നമ്മൾ ചോദിക്കാറുണ്ട്, ഇദ്ദേഹവുമായിട്ട് ഇവർ ഏറെ കാലം അകൽച്ചയിലാണല്ലോ. അകൽച്ചയുള്ള മനുഷ്യൻ മരിച്ചു പോയി പോകുമ്പോൾ എന്താണ് അവിടെ ബാക്കിയാകുന്നത്? മൂന്ന് കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സദഖത്തുൽ ജാരിയ, എന്നും നിലനിൽക്കുന്ന സദഖ. പലപ്പോഴും സദഖയെ കുറിച്ച്, എന്നും നിലനിൽക്കുന്ന സദഖയെ കുറിച്ച് നമ്മൾ വിചാരിക്കും പൈസ കൊടുത്താൽ മാത്രമേ സദഖയാകൂ, സ്ഥലം കൊടുത്താൽ മാത്രമേ സദഖയാകൂ.
നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസാരം പോലും സദഖയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അൽ കലിമത്തു തുജ്ജിബത്തു സദഖത്ത്, നല്ല വർത്തമാനം അത് സദഖയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോ അവിടെ ഇടപെട്ടിട്ട് മധ്യസ്ഥൻ സംസാരിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കൃത്യമായി നമ്മൾ പഠിക്കണം. അവിടെ സംസാരിച്ച് ഇടപെട്ട് തീർക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ ബസീരന്മാരാണെന്ന് പറയാം. അതെന്തിനായിരിക്കും അങ്ങനെ പറയുന്നത്? പലപ്പോഴും ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ ഇതിൽ ഇടപെടുന്നത്? ഒന്നിനും കൊള്ളൂല നമ്മൾ പറയില്ലേ, ഒന്ന് കൊടുക്കാനും ഇല്ല പറയാനും ഇല്ല, ഞാൻ എന്തിനാ ഇടപെടുന്ന? ഒരു പ്രശ്നമുണ്ടാകുമ്പോ പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മളെ പറ്റി അല്ലെങ്കിൽ നമ്മളൊരു സംഭവം നമ്മളോട് പറയുമ്പോൾ ചില സഹോദരങ്ങൾ പറയാറില്ല, അന്ന് ആ മനുഷ്യൻ ഇടപെട്ട് സംസാരിച്ചു ഒരു വർത്തമാനം പറഞ്ഞു, അതോടെ എല്ലാ പ്രശ്നവും തീർക്കും, എല്ലാ വിഷയവും തീർക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ എന്താ പ്രശ്നം, അത് നമുക്ക് പരിഹരിക്കാം ഇൻഷാ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകൊണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയൊന്നുമില്ല. പക്ഷെ എന്നാലും പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഈ അർത്ഥത്തിൽ സമ്പത്ത് മാത്രമല്ല സദഖ, നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും സദഖത്തുൽ ജാരിയ, ഖൗലുൻ മഅറൂഫ് വ മഗ്ഫിറത്തുൻ ഖൈറുൻ മിൻ സദഖ യത്ബഉഹാ അദാ. തെറ്റായ വഴിയിലുള്ള സദഖയേക്കാളും കൂട്ടം വിട്ടുവീഴ്ചയും നല്ല വർത്തമാനം ഖുർആൻ പറയുന്നതാണ്. ഖൗലുൻ മഅറൂഫ് സദഖത്തുൽ ജാരിയയെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ചരിത്രം പറയാൻ വീട്ടിൽ വെച്ചിട്ട് ആട്ടിനെ അറുക്കുകയാണ്. ആട്ടിനെ അറുത്തു, എല്ലാവർക്കും ഇറച്ചി വിതരണം ചെയ്തു. അല്പനേരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നവർ ചോദിച്ചു, എന്താ ഇതിന് ബാക്കിയുള്ളത്? നല്ലൊരു ചോദ്യമല്ലേ, ഒരാട്ടിനകത്ത് കൊടുത്തതിന് എന്താ ബാക്കിയുള്ളത്? ഐഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നല്ല ഇറച്ചി, നല്ല തോടി ഇറച്ചത് മാത്രമേ ബാക്കിയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയല്ലേ, നമ്മൾ കൊടുത്തത് മുഴുവൻ ബാക്കിയാ, പക്ഷെ ഇത് നമ്മൾ തിന്നാനുള്ളതല്ലേ, ഇത് ഇങ്ങോട്ടേക്കുള്ളതാ, താഴോട്ടേക്കുള്ളതാ. അത് അതിന്റെ അർത്ഥം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാക്കുകളായാലും നമ്മുടെ പ്രവർത്തനങ്ങളായാലും പടച്ചുറപ്പിന്റെ മാർഗത്തിൽ നാളെ നിന്റെ ആയുസ് എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവേ, ഇന്നിന്ന അവസരങ്ങളിൽ, ഇന്നിന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഇന്നിന്ന ആവശ്യമായ സാഹചര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ചെലവഴിച്ചിട്ടുണ്ട്. എന്റെ ആയുസ്സും രക്തവും മജ്ജയും മാംസവും വേർപ്പും എന്റെ യൗവനം പോലും ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയാൻ അല്ലാഹുവിന്റെ കോടതിയിൽ പറയാൻ എനിക്കും നിങ്ങൾക്കും ആത്മവിശ്വാസമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനോളം വരികയും. 18-ാം വർഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമാണ്. അമർവാദ് എന്ന് പറയുന്ന ചരിത്രത്തിലെ ഏറ്റവും ക്ഷാമമേറിയ ദിനം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദമസ്കസിൽ നിന്ന് ആയിരക്കണക്കിന് ഒട്ടകങ്ങളുടെ ഭാരമത്രയും കച്ചവട സാധനങ്ങൾ വഹിച്ചുകൊണ്ട് യാത്ര എത്തിച്ചേരുകയാണ് മദീനയിലേക്ക്. 10,000-കണക്കിന് ആളുകൾ കാത്തു നിൽക്കിയ ഭക്ഷ്യക്ഷാമം നടക്കുകയാണ്. വെണ്ണീര് വർഷം വെണ്ണീര് തന്നെ ആ മണ്ണൊക്കെ ഉണങ്ങിപ്പോയ ഒരു സമയം, ഭൂമിയൊക്കെ വരണ്ട് കിടക്കുന്ന സമയം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ആയിരക്കണക്കിന് വില ഇരട്ടിച്ചുകൊണ്ട് ചരക്കുകൾ വിലപേക്ഷിക്കുക, ഞങ്ങൾ ഇത്ര രൂപ കൊടുക്കാം. തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇതിനേക്കാൾ ഇരട്ടി വില തയ്യാറുള്ള ഒരാളുണ്ട്, ഞാൻ അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇതിന്റെയൊക്കെ ഇരട്ടി പ്രതിഫലം എനിക്ക് അല്ലാഹു നൽകും, അത് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ സദഖ ചെയ്യുകയാണ് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തന്റെ ആയിരക്കണക്കിന് വരുന്ന ഒട്ടകങ്ങളുടെ ഭാരം വഹിച്ചുകൊണ്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഫ്രീ ആയിട്ട് തന്നിട്ട് മദീന നിവാസികൾക്ക് വിതരണം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാനുണ്ട്? ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ വളരേണ്ടവരാണോ, ജീവിക്കേണ്ടവരാണോ നമ്മൾ? ഒരു വാട്സപ്പിലെ ഒരു ചെറിയൊരു മർമ്മ കലർത്തിയുള്ള ഗൗരവമായ ചിന്ത ഓർമ്മ വരികയാണ്. എന്നെ ആരാ നോക്കേണ്ടത്? അതെന്റെ ഉമ്മയും.
പിന്നെ ആരെയാ നോക്കേണ്ടത്? അതെന്റെ ഭാര്യ. പിന്നെ ആരെയാ നോക്കേണ്ടത്? അതെന്റെ മക്കള്. പിന്നെ നീ ആർക്ക് വേണ്ടിയാണ് നീ ജീവിക്കുന്നത്? നിന്റെ ജീവിതം എന്തിനാണ്? ഇത് പ്രിയപ്പെട്ട കുട്ടികളോടുള്ള വർത്തമാനമാണ്, യുവാക്കളോടുള്ള വർത്തമാനമാണ്, എല്ലാ സഹോദരങ്ങളോടും എന്നോടും നിങ്ങളോടുള്ളതാണ്. ജീവിതത്തിലെ ചില ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള കഴിവ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. ചില ആളുകൾക്ക് സമ്പത്ത് കൊണ്ടാവാം, സംസാരം കൊണ്ടാവാം, എന്താണോ അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ളത് ആ കഴിവ് നമ്മൾ ഉപയോഗിക്കണം. ജീവിക്കുമ്പോൾ നന്മയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കും. കാരണം രാത്രിയായാൽ നേരം വെളുക്കുമോ എന്നറിയില്ല, നേരം വെളുത്താൽ വൈകുന്നേരമാകുമോ എന്നറിയില്ല. നേരത്തെ പറഞ്ഞ സഹോദരി കുഞ്ഞുങ്ങളോടൊപ്പം കളിച്ചും ചിരിച്ചും ഉമ്മയോടൊപ്പം ജീവിച്ചിരുന്ന മക്കൾക്ക് നേരം വെളുത്ത് ആംബുലൻസിൽ മൈസൂരിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് യാത്ര ചെയ്തപ്പോ ഓർമ്മ വരുന്നത് സ്കൂളിൽ ഒരു കുട്ടി പറഞ്ഞ വർത്തമാനമാണ്. എന്റെ ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുവരുമ്പോ വിമാനത്തിൽ നിന്ന് ഞാൻ ഉപ്പയോട് ചോദിച്ചു, ഉപ്പ ഉമ്മ എവിടെ പോയി? എന്റെ ഉമ്മയുടെ പോയി എന്ന് ചോദിച്ചു. ഉമ്മ പിന്നീട് മക്കളില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും കുറെ നന്നാക്കാനുണ്ട്. ഉദാഹരണത്തിന് നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് തോപ്പിക്ക് ചെയ്യുവാനുണ്ട്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർത്തുകയും വസിയത്ത് ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, മരണസമയത്ത് ഒരു മനുഷ്യന്റെ അവസാനത്തെ ചിന്ത എന്തായിരിക്കുമെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. സ്വതക്ക ചെയ്യട്ടെ എന്നായിരുന്നു. ഞാൻ എന്തെങ്കിലും സ്വതക്ക ചെയ്യട്ടെ എന്നാണ്. പലപ്പോഴും പള്ളിയുടെ മദ്രസയുടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പല ഒഴിവ് കഴിവുകളും പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്തരം ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ മുൻപന്തിയിലുണ്ടാവും. എന്ത് കാര്യത്തിലും നന്മയുടെ ഒരു കാര്യത്തിൽ ഒരാൾ പറഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് എന്ന ഒരു മനസ്സ് ബോധവും നമുക്ക് നൽകട്ടെ. മറ്റൊന്ന്, നമ്മുടെ മദ്രസയിൽ KG ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പുതിയ അഡ്മിഷൻ തുടങ്ങിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് KG മുതൽ 7 വരെയുള്ള എല്ലാ കാര്യവും പ്രാക്ടിക്കലായിട്ട് ഇന്നത്തെ ഏറ്റവും സ്മാർട്ട് വേ ഉപയോഗിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് തോന്നിക്കുന്ന കേട്ടെ. ഇത്തരം അവസരങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ദീനിയായ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് തോന്നിക്കുന്ന കേട്ടെ. പ്രിയപ്പെട്ടവരെ, അപകട മരണത്തിൽ നിന്നാൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന റഹ്മാനായ തമ്പുരാനെ, മുസ്ലിം ഉമ്മത്തിന് ലോകത്തെ ശാന്തിയും സമാധാനവും നൽകണേ റഹ്മാനായ തമ്പുരാനെ. പടച്ചറബേ, അക്രമികളെ ഈ ലോകത്ത് ഇല്ലാതാക്കണേ റഹ്മാനായ തമ്പുരാനെ. പടച്ചറബേ, ജീവിതത്തിന്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കി സാധ്യതകളെ മനസ്സിലാക്കി നന്നായി ജീവിക്കാൻ, തെറ്റുകളിൽ നിന്ന് ഒഴിമാറി നടക്കാൻ, തെറ്റായ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനായ